ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ഷാനവാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കൂടെ നിന്ന് പണി കൊടുത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച മാക്സിമം പുറകിൽ നിന്ന് പണി കൊടുത്ത നമ്മുടെ അപ്പാനി ശരത് ജയിലിലുമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ ജയിൽ ടാസ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരാഴ്ച നടന്ന ആ ഒരു കോയിൻ ടാസ്കുമായി ബന്ധപ്പെട്ട് ആ അവസാനം കളിച്ച ഒരു 8 പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ യോഗ്യരായത്. ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം അവരിൽ നിന്ന് ഈ പറയുന്ന 8 പേരിൽ, അതായത് നമ്മുടെ അനീഷ്, അതുപോലെ തന്നെ ഷാനവാസ്, അക്ബർ ഖാൻ, ആര്യൻ, ജിസേൽ, അതുപോലെ തന്നെ റെന ഫാത്തിമ, ബിന്നി, അഭിലാഷ്. അപ്പം ഈ 8 പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് അല്ല, ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ വന്നത്. ഇവരിൽ നിന്ന് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് 3 പേരെ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഒരു കണ്ടസ്റ്റൻസിന് 2 പേരുടെ പേര് വെച്ച് പറഞ്ഞ് അവരിൽ നിന്നും ഭൂരിപക്ഷം വരുന്ന 3 പേരെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ വന്നത്. അതിൽ നമ്മുടെ അഭിലാഷ് 10 വോട്ടുകളുമായിട്ട് അഭിലാഷിനെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ 7 വോട്ടുകളുമായിട്ട് നമ്മുടെ ബിന്നിയെയും അതുപോലെ തന്നെ ഷാനവാസിനെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു സീസണിലെ ആദ്യ ജയിലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ജയിൽ ടാസ്ക് ആണ് നടന്നത്. ജയിൽ ടാസ്കിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ക്യാപ്റ്റൻസി ടാസ്ക് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്ന 8 കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, കഴിഞ്ഞ വീക്കിലി ടാസ്കുകളിൽ അവസാനം മത്സരിച്ച 8 പേര്, ഞാനിപ്പോൾ പറഞ്ഞ 8 പേരല്ലാത്ത ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ ജയിലിലേക്കുള്ള 2 പേരെ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ക്യാപ്റ്റനായ അനീഷിന് ഒരാളെ ഡയറക്റ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഗസ് ചെയ്തിരുന്നു ശരത്തിനിട്ടായിരിക്കും പണി കിട്ടാൻ പോകുന്നത് എന്ന്. അതുപോലെ തന്നെ നടന്നു. അനീഷ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പാനി ശരത്തിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് നോമിനേഷനിൽ തിരഞ്ഞെടുത്തേക്കുന്നത് ജയിലിലേക്ക് വന്നപ്പം അനുമോളാണ് ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ജയിൽ ടാസ്കും കഴിഞ്ഞു. നമ്മുടെ ശരത്തും അതുപോലെ തന്നെ അനുമോളും ഇന്ന് രാത്രി മുതൽ ജയിലിലേക്ക് അയക്കും. അതിനുശേഷമാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ ബിന്നിയും ഷാനവാസും അതുപോലെ തന്നെ അഭിലാഷും പങ്കെടുത്തു. അപ്പം ടാസ്ക് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ ഇവരെ കണ്ണ് കെട്ടി നിർത്തും. അതിനുശേഷം മുകളിൽ 3 പ്രതിമകൾ, ഇവരുടെ പ്രതിമകൾ 3 ഉണ്ടായിരിക്കും. ആ 3 പ്രതിമകൾ ഇവർ ആരാണോ ആദ്യം അടിച്ച് താഴെ ഇടുന്നത് അവർക്കായിരിക്കും ഈ ഒരു സീസണിലെ ക്യാപ്റ്റൻ ആയിട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഷാനവാസ് ആണ് ആദ്യം ഷാനവാസിന്റെ പ്രതിമ അടിച്ച് താഴെ ഇട്ടത്. മുകളിലായിരിക്കും കെട്ടിയിട്ടിരിക്കുന്നത്, സ്റ്റിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പം റബ്ബർ സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കണ്ണ് കെട്ടുമ്പം ഒരാൾ വന്ന് റൊട്ടേറ്റ് ചെയ്ത് അപ്പം റൊട്ടേറ്റ് ചെയ്യുന്നതിനിടയിൽ അടിച്ച് താഴെ ഇടുക എന്നുള്ളൂ. അതായത് ഈ ഓണത്തിനൊക്കെ ഉരുകെട്ടി അടിക്കുമല്ലോ, ആ പരിപാടി തന്നെ. അപ്പം ആ ഒരു ടാസ്കിൽ നമ്മുടെ ഷാനവാസ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഷാനവാസ് ആണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം കൂടെ നിന്ന് പണി തന്നവരൊക്കെ ഇപ്പം ജയിലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ആകെ മൊത്തത്തിൽ എന്താ പറയുന്നത്, അവർക്കാണ് ഇപ്പൊ അടികെട്ടിയിരിക്കുന്നത്. 2-3 ദിവസം കുറച്ച് അനുഭവിക്കേണ്ടി വന്നാലും അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആകാൻ ഷാനവാസിനെ സംബന്ധിച്ച് സാധിച്ചു. ഷാനവാസ് നമുക്ക് മികച്ച ഒരു ഗെയിമറാണ്. അധികം ഓവറായിട്ട് സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പുള്ളിയുടേതായ രീതിയിൽ സിൻസിയർ ആയിട്ട് നിന്ന് കളിക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ഗെയിം സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നു. അത്യാവശ്യം ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ ആൾ ആക്റ്റീവ് ആണ്. എന്താണെങ്കിലും പുള്ളി ഇത് ഡിസർവ് ചെയ്തിരുന്നു. അപ്പം അത് തന്നെ പുള്ളിക്ക് കിട്ടുകയും ചെയ്തു. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.